ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ നന്മയ്ക്കും തിന്മയ്ക്കും സുഖത്തിനും ദുഃഖത്തിനും എല്ലാം കാരണമായിരിക്കുന്നത് നമ്മുടെ തന്നെ കർമ്മമാണ്. മറ്റൊരാളുടെ കർമ്മം അല്ല, നാം ചെയ്യുന്ന കർമ്മമാണ് നമ്മിലേക്ക് തിരിച്ചു വരുന്നത്. അതിനാൽ കർമ്മം എങ്ങനെയോ അങ്ങനെയാണ് മനുഷ്യൻ. നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലമായിരിക്കും. അതിനാൽ ഒരു കവി പറയുന്നത് കേൾക്കൂ: നന്മതിന്മയ്ക്കാകെ ബീജം പൂർവകർമ്മ സംസ്കാരമെന്നോർക്കൂ. സംസ്കാരമെவ்விധം അവ്വിധമാകുന്നു ജീവിതമെന്നോർക്കുകെന്നും. നമ്മുടെ ജീവിതം സുഖപ്രദമാകുന്നതിനും ദുഃഖപ്രദമാകുന്നതിനും കാരണമായിരിക്കുന്നത് നാം ചെയ്ത കർമ്മങ്ങളാണ്, മുമ്പ് ചെയ്ത കർമ്മങ്ങളാണ്. പൂർവകർമ്മം എന്നാൽ മുമ്പ് ചെയ്ത കർമ്മങ്ങൾ. അത് മുമ്പ് എന്നാൽ അത് ഒരുപാട് ദൈർഘ്യം, കുറേ മുമ്പാകാം, അടുത്ത മുമ്പാകാം, ഈ ശരീരത്തിലുള്ളതാകാം, അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ ശരീരത്തിൽ ചെയ്തതാകാം. ഏതായാലും അത് നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നാം ചെയ്ത് വെച്ചത്, നാം മറ്റൊരാളെ കയർത്ത് സംസാരിക്കുകയും അവരെ ഏറ്റവും അധികം ദ്രോഹിക്കുകയും കത്തിപ്രയോഗം നടത്തുകയും ചെയ്തു എന്നിരിക്കട്ടെ. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്കതിന് ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. ഒരു പോലീസിൻ്റെ നിറം കാക്കി കണ്ടാൽ നാം ഭയപ്പെട്ടകത്തോടി ഒളിക്കും. കാരണം എന്നെ അന്വേഷിച്ചാണോ വരുന്നത് എന്ന്. വേറെ ഏതെങ്കിലും ഒരു സുഹൃത്ത് വരികയാണെങ്കിൽ തന്നെയും അയാളാണോ എന്നെ പിടിക്കാനാണോ വരുന്നത്, വല്ല കേസും കൊടുത്തോ എന്നെല്ലാം നമുക്ക് സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ്. ചെയ്തു വെച്ചാൽ ആ കർമ്മത്തിൻ്റെ ഫലം നമ്മെ അനുഗമിക്കും തീർച്ചയായിട്ടും. അകാരണമായി നാം മറ്റൊരാളെ വേദനിപ്പിച്ചാൽ അയാൾ നമുക്കെതിരെ ഒന്നും ചെയ്തില്ല എന്ന് വരട്ടെ, എന്നാലും നമ്മുടെ അന്തരംഗം സമാധാനമാവില്ല. നമ്മുടെ വാക്കുകൊണ്ടോ വിചാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക് വേദനിക്കാൻ ഇടവന്നാൽ ആ വേദന നാം തിരിച്ചനുഭവിക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ. ചിരിച്ചുകൊണ്ട് പാപം ചെയ്താൽ കരഞ്ഞുകൊണ്ട് അത് നാം അനുഭവിക്കേണ്ടി വരും. നാം ഇപ്പോൾ പലരും പറയാറുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എനിക്ക് എന്തേ ഈ കഷ്ടതകളെല്ലാം വന്നു എന്ന്. പക്ഷേ അവിടെ നമുക്ക് ഉത്തരം നമ്മുടെ പൂർവ ശരീരത്തിൽ വെച്ച് ചെയ്തതാണ്. ഈ ശരീരം കൊണ്ടൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷേ മുൻ ശരീരങ്ങളിൽ ചെയ്ത കർമ്മ സംസ്കാരമാണ് ഇന്നത്തെ ഈ ശരീരത്തിന് കാരണമായിരിക്കുന്നത്. ഈ ശരീരത്തിൽ ഇരുന്ന് ആ കർമ്മഫലം അനുഭവിക്കേണ്ട സമയമാകുമ്പോൾ അത് നമ്മെ പിടികൂടുക തന്നെ ചെയ്യും. ഒരിക്കൽ കോഴിക്കോട് ഭാഗത്ത് വെച്ച് ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തി. ഒരു കൊലപാതകം നടന്നു. അന്ന് ആ കേസ് തെളിഞ്ഞില്ല. ആ കൊല നടത്തിയ ആൾ പെട്ടെന്ന് മുങ്ങി 18 വർഷം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്നും ഒരാളെ അറസ്റ്റ് ചെയ്തു. അതാരാണെന്ന് അന്വേഷിച്ചപ്പോൾ അയാളുടെ പൂർവ്വകഥ വിവരിച്ച കൂട്ടത്തിൽ കോഴിക്കോട് നടന്ന കൊലപാതകത്തിൻ്റെ ഉത്തരവാദിയാണ്. അയാൾ ചെയ്ത അന്ന് അയാൾ മുങ്ങി രക്ഷപ്പെട്ടു എന്ന് കരുതി. പക്ഷേ അയാൾ രക്ഷപ്പെട്ടില്ല. അയാളെ അതുവരെ നിലനിർത്തിയത് അയാൾ മുമ്പ് ചെയ്ത സുകൃതമാണ്. നല്ല ചില കർമ്മങ്ങൾ അയാൾ ചെയ്തതിൻ്റെ ഫലമായി ഉടനെ പിടിക്കപ്പെട്ടില്ല. പക്ഷെ ആ സുകൃതം തീർന്നപ്പോൾ അയാൾ പിടിക്കപ്പെടുന്നു. ആ കർമ്മത്തിൻ്റെ ഫലം കുറച്ച് കാലങ്ങളെ കൊണ്ടാണ് അനുഭവവേദ്യമായത്. ഇപ്രകാരമാണ് നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഫലമുണ്ട്. ആ ഫലം എത്തിച്ചു തരുന്നത് കാലമാണ്. ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും, ചിലപ്പോൾ അത് ജന്മങ്ങൾ തന്നെ വേണ്ടിവരും. എന്നാലും അത് നാം
ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഈ പരമസത്യം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായ വിധത്തിൽ വേണം വിനിയോഗിക്കാൻ. അങ്ങനെ പരമസത്യത്തെ നാം ബോധിച്ചു കഴിയുമ്പോൾ ദുഷ്കൃതവും നിജസുഹൃതവുമെല്ലാം കാക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിലാക്കുക സതതം നാരായണ ജയ. നമ്മൾ ഒരുപാട് ദുഷ്കൃത്യങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, സൽകൃത്യങ്ങളും ചെയ്തിട്ടുണ്ട്. സൽകൃത്യങ്ങളെ കൊണ്ട് പല ദുഷ്കൃത്യങ്ങളും പിടിക്കപ്പെടുന്നില്ല ഇപ്പോൾ. എന്നാൽ അതും പിടിക്കപ്പെടുന്ന സന്ദർഭം വരും. എന്നാൽ ആ ദുഷ്കൃത്യങ്ങളെയും സൽകൃത്യങ്ങളെയും ഒരേപോലെ നമുക്ക് ഒഴിവാക്കാനുള്ള വിദ്യയാണ്. അത് രണ്ടും ഭഗവാൻ സമർപ്പിക്കുക. അറിവില്ലാത്ത കാലത്ത് ചെയ്തു പോയ തെറ്റാണ്, അത് ഭഗവാനെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. നല്ലതും ചീത്തയും ഭഗവാന് സമർപ്പിച്ചാൽ ആ കർമ്മം പിന്നെ നമ്മെ ബാധിക്കില്ല. അതാണ് ഇപ്പോൾ ചെയ്യുന്ന ഈ കർമ്മം നമ്മൾ ഫലേച്ഛ കൂടാതെയും കർത്തൃത്വ ബുദ്ധി കൂടാതെയും ചെയ്യാം. ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് സർവകർമ്മങ്ങളെയും ജ്ഞാനാഗ്നി സർവകർമാണാം ഭസ്മസാൽ കുരുതേ അർജുന എന്ന് അർജുനനോട് പറഞ്ഞത് നമ്മോടാണ്. ജ്ഞാനമാകുന്ന അഗ്നി നമ്മളിൽ ജ്വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം എന്തെന്ത് കർമ്മം ചെയ്താലും അത് നമ്മെ ബാധിക്കുകയില്ല. എന്നാൽ ജ്ഞാനികൾ ആ കർമ്മത്തെ അനുഭവിക്കാനാണ് തയ്യാറാകുന്നത്. അതാണ് ശ്രീരാമൻ ഉളിയമ്പെയ്ത് ബാലിയെ കൊന്നു. ഒരാൾ നേരിട്ട് യുദ്ധം ചെയ്യാതെ മറവിൽ നിന്ന് അസ്ത്രമയച്ച് സംഹരിക്കുന്നത് പാപകൃത്യമാണ്. ആ കർമ്മം ശ്രീരാമൻ അറിയാം അത് തെറ്റാണ് എന്ന്. പക്ഷേ അവിടെ ബാലിയെ സംഹരിക്കാൻ അത് തന്നെ വേണ്ടി വന്നു. കാരണം ശ്രീരാമനെ നേരിട്ട് കണ്ടറിഞ്ഞാൽ ബാലി തന്നെ അഭയം പ്രാപിക്കും. അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാലിയെ സംഹരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇപ്പോൾ ബാലിയുടെ അജ്ഞാനത്തിനുള്ള ശിക്ഷ ബാലി അനുഭവിച്ചേ പറ്റൂ എന്നതുകൊണ്ട് മറഞ്ഞു നിന്ന് അസ്ത്രം എഴുതും. എന്നാൽ ആ രാമൻ തന്നെ കൃഷ്ണനായി വന്ന സമയത്ത് ആ കർമ്മമാണ്. ബാലിയാണ് ജരയായി വന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലിൽ അസ്ത്രം ഏൽപ്പിക്കുകയും. കാരണം മഹർഷിമാരുടെ ശാപം ഇരുമ്പുലയ്ക്ക് പ്രസവിക്കട്ടെ എന്ന ശാപത്തിന് സാമ്പന്റെ ഗർഭത്തിന് ഉത്തരവാദിയായിരിക്കുന്ന ആ ഇരുമ്പുലയ്ക്ക പ്രസവിച്ചപ്പോൾ അതിലാകി പൊടിയാക്കി കളയുകയും ബാക്കി വന്ന ഇരുമ്പ് കഷണത്തെ കടലിലെറിയുകയും അതൊരു മത്സ്യം വിഴുങ്ങുകയും ആ മത്സ്യത്തെ ഈ ജര എന്ന മുക്കുവന് കിട്ടുകയും ജര അത് മുക്കുവന് കിട്ടി. മുക്കുവൻ അത് ജരയ്ക്ക് വിൽക്കുന്നു. ജര അതുകൊണ്ട് അസ്ത്രമുണ്ടാക്കി. യാദവ വംശനാശത്തിന് കാരണം അതാണ് ശ്രീകൃഷ്ണൻ്റെ കാലിൽ ഏറ്റത്. ആ കർമ്മത്തിൻ്റെ കടം ഏത് പ്രകാരത്തിലാണ് ആ കാലിൽ ഏറ്റതെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഋഷിയുടെ ശാപവും അതുപോലെ ബാലിയെ എയ്ത് കൊന്ന ആ കർമ്മത്തിൻ്റെ ഫലവും അനുഭവിക്കാൻ പറ്റിയ വിധത്തിൽ ജരയ്ക്ക് അത് കിട്ടുകയും ജരാസ്ത്രമുണ്ടാക്കുകയും അങ്ങനെ അസ്ത്രം ശ്രീകൃഷ്ണൻ്റെ പാദത്തിൽ കൊള്ളുകയും അദ്ദേഹത്തിൻ്റെ ദേഹം ഉപേക്ഷിക്കാൻ കാരണമായി തീരുകയും ചെയ്യുന്നു. ഇതെല്ലാം കർമ്മഫലം ആരെയും വിടുന്നില്ല. ഭഗവാന് വേണമെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ മറ്റുള്ളവർ ചെയ്ത കർമ്മം അനുഭവിക്കുക തന്നെ വേണം എന്ന സത്യം ബോധിപ്പിക്കാൻ വേണ്ടി അത് സ്വയം അനുഭവിക്കുന്നു. അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. അസ്ത്രമേറ്റ് ഭയത്തോടുകൂടി വന്ന ജരയോട് ഭഗവാൻ പറഞ്ഞു, ജരേ, നീയല്ല ഇതിന് ഉത്തരവാദി. ഇത് ഞാൻ പണ്ട് ചെയ്തതാണ്. ആ കർമ്മത്തിൻ്റെ ഫലം ഇന്ന് ഞാൻ സസന്തോഷം സ്വീകരിക്കുന്നു. നീ ആ കർമ്മക്കടത്തിൽ നിന്നും വിമുക്തനായി നീ നിൻ്റെ യഥാസ്ഥാനത്തേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ജരയെ അനുഗ്രഹിച്ചു വിടുകയാണ് ചെയ്തത്. അതുപോലെ നന്മതിന്മയ്ക്കാകെ ബീജം പൂർവകർമ്മ സംസ്കാരം എന്നോർക്കൂ. സംസ്കാരമെവിധം
അവിധമാകുന്നു ജീവിതമെന്നോർക്കുകെന്നും. ഏതു തരത്തിലുള്ള സംസ്കാരമാണോ നമുക്കുള്ളത് അതിനനുസരിച്ച് ജീവിതമായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. ഒരാൾ പിഴച്ച ജീവിതമാണെങ്കിൽ അയാളുടെ സംസ്കാരം അത്രയും ദുഷിച്ചതായിരിക്കും. ഏറ്റവും നല്ല സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ സംസ്കാരം ശുദ്ധമായിരിക്കും. അങ്ങനെ ജീവിതം ധന്യമാക്കി തീർക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം ഇപ്പോൾ നാം ചെയ്യേണ്ട ഓരോ കർമ്മവും. ചെയ്തു കഴിഞ്ഞത് നമുക്ക് തിരുത്താനാവില്ല. ഇപ്പോൾ ചെയ്യുന്നത് തിരുത്താം. ഇനി ചെയ്യാൻ പോകുന്നതിനെയും നമുക്ക് തിരുത്താൻ പറ്റുന്നതാണ്.